വൈസ് ചാൻസലർ നിയമന വിഷയത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ധാരണ. ഡോക്ടർ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി നിയമിച്ച് ലോക് ഭവൻ ഉത്തരവിറക്കി. സുപ്രീം കോടതി ഇടപെടലിന് ശേഷമാണ് ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ സമവായമുണ്ടായിരിക്കുന്നത്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒമാനിലെത്തും. ഉന്നതതല പ്രതിനിധി സംഘവും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ഇന്ത്യൻ അംബാസിഡർ JV ശ്രീനിവാസൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ച കാർ 3 വാഹനങ്ങൾ ഇടിച്ച അപകടം. പാണ്ടിക്കാട് സ്റ്റേഷനിലെ CPO V രജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ ഉദ്യോഗസ്ഥൻ മദ്യലഹരിയിലാണ് വാഹനം ഓടിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഗോവ നിശ ക്ലബ് തീപിടുത്ത കേസിൽ ഡൽഹിയിലെത്തിച്ച ലൂത്ര സഹോദരന്മാരെ റിമാൻഡ് ചെയ്തു. IPL ലേല ചരിത്രത്തിലെ വിലയേറിയ വിദേശ താരമായി കാമറൂൺ ഗ്രീൻ. 25.2 കോടിക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറെ സ്വന്തമാക്കിയത്. 14.2 കോടി വീതം നൽകി യുവതാരങ്ങളായ പ്രശാന്ത് വീറിനെയും കാർത്തിക് ശർമ്മയും ചെന്നൈ സൂപ്പർ കിങ്സ് റാഞ്ചിയതാണ് ലേലത്തിലെ ഏറ്റവും വലിയ സർപ്രൈസുകൾ.